Hello, it's me, Bazooka. എബ്രഹാം ഓസ്ലർ, ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്, സിനിമാറ്റോഗ്രഫി ധേനി ഈശ്വർ, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ്. സിനിമ ആസ് യൂഷ്വൽ ഒരു മിഥുൻ മാനുവൽ തോമസിൻ്റെ പടം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിക്ക് വൃത്തിയായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ജയറാം ആസ് എബ്രഹാം ഓസ്ലർ, അനശ്വര രാജൻ ആസ് സുജ, മമ്മൂട്ടി ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും അറിയാം. ഇനി അത് ക്യാമിയോ, ഇനി അത് പറയുന്ന കാര്യമൊന്നുമില്ല. പിന്നെ അർജുൻ അശോകൻ, ദിലീഷ് പോത്തൻ, സൈജു കുറുപ്പ്, അങ്ങനെയാണ് ക്യാസ്റ്റ് പോകുന്നത്. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജയറാമിനെ കാണിക്കുന്നുണ്ട്. വലിയ ഇൻട്രോവും ഒന്നും കൊടുക്കുന്നില്ല, നേരിട്ട് സിമ്പിളായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള ഇതൊക്കെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരുവാണ്. ഒരു സീനുണ്ട്, അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് പുള്ളി ഓർക്കുന്നതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു അവസ്ഥ. പുള്ളിയുടെ ഫാമിലിക്ക് ഒരു ട്രാജഡി സംഭവിച്ച് നമ്മുടെ അർജുൻ അശോകൻ കൊന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫാമിലീനെ മർഡർ ചെയ്തു, ഭാര്യ മകൾ മരിച്ചുപോയി. അപ്പം അതിൻ്റെ ഒരു വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് കിടക്കുവാണ് നമ്മുടെ ജയറാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഹലൂസിനേഷൻ, മറ്റത് മറിച്ചത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പുള്ളിക്കാരനെ വേട്ടയാടുന്നുണ്ട്. അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ജയറാം വേട്ടൻ്റെ ഒരു വിരസതയും ഒരു ഉന്മേഷക്കുറവും, ഒരു തളർച്ച, ക്ഷീണം, ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും, എല്ലാം ഉണ്ട് പുള്ളിക്കാരന്. പിന്നെ ഇത്തിരി പ്രായമായി, ഇത്തിരി നരയൊക്കെ വന്ന് അതും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പുള്ളിക്കാരൻ സ്ഥിരം അർജുൻ അശോകന് ഹോട്ടൽ ഷാപ്പാട് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം പുള്ളിക്കാരനെ അറിയണം എന്താണ് ഇങ്ങേരുടെ ഭാര്യയുടെയും മകളുടെയും ബോഡി എന്താണ് അർജുൻ അശോകൻ ചെയ്തത്, അല്ലെങ്കിൽ ബോഡി എവിടെയാണ്. പുള്ളിക്കാരൻ അവൻ്റെ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ആത്മാവിന് ശാന്തി ലഭിക്കണം എന്നൊരു ദൃഢനിശ്ചയത്താൽ ഇടയ്ക്കിടയ്ക്ക് ഹോട്ടൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് അർജുൻ അശോകനെ കാണാൻ ജയിലിൽ പോവുകയാണ്. ഞാൻ ഈ സീൻ കണ്ടപ്പോൾ എന്തിനാണ് തോന്നുന്നത്, അർജുൻ അശോകൻ കിട്ടുന്നതൊക്കെ കഴിച്ചിട്ട് എനിക്കറിഞ്ഞൂടാ സാറേ, എൻ്റെ ബ്രെയിൻ ഫ്രൈഡായിരുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ, എന്തായാലും ഫുഡ് കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരണം, വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ പുള്ളി ഇരുന്ന് ആഹാരം കഴിക്കണം. ഞാൻ ആലോചിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നത്, ഇനി എന്തിനാണ് പോകുന്നത്. എന്നിട്ട് അതും ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കുവാണ്. പിന്നെ ഒരു കേസ് വരുന്നു, ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. അപ്പം ഇതിൽ കുറേ മെഡിക്കൽ ടേംസും ആ രീതിക്കുള്ള കില്ലിങ്സും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. പിന്നെ ഇതിൽ മറ്റേ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്ലേഡ്സ് ഉണ്ടല്ലോ, മറ്റേ മറിച്ച ബ്ലേഡ്, ഇങ്ങനത്തെ ബ്ലേഡ്, നീളം കൂടിയത്, എൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കുറേ ബ്ലേഡുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്ര ഇഞ്ചിലാണ് കട്ട് ചെയ്തത്, അത്ര ഇഞ്ചിലാണ് കട്ട് ചെയ്തത്, ഇങ്ങനെയാണ് കട്ട് ചെയ്തത്, ഈ വെയിനാണ് കട്ട് ചെയ്തത്, അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ചോര പോയി, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും കത്തിയില്ല. അതൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് ടക്കനെ കാര്യം പിടികിട്ടും. എനിക്കൊന്നും കത്തിയില്ല. ഇങ്ങനെ ആളെ കൊന്നെന്ന് മാത്രം കത്തി, ഇങ്ങനെയാണ് കൊന്നതെന്നും പറയുന്നുണ്ട്. അപ്പം ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് വലിയ പ്രശ്നമില്ല, എന്നാലും അത്യാവശ്യം നല്ല ലാഗുണ്ട്. അങ്ങനെ പോവുകയാണ്, ഇഴഞ്ഞിങ്ങനെ പോവുകയാണ്. നമ്മൾ ജയറാമേട്ടൻ ആവശ്യത്തിന് ക്ഷീണവും അവശതയും വയ്യായ്മയും എല്ലാം ഉണ്ട്, ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അങ്ങനെ അന്വേഷിച്ചിട്ട് വലിയ പുരോഗമനമൊന്നുമില്ല. പക്ഷേ ഇൻ്റർവെല്ലിൽ
ആവാറാകുമ്പോൾ ഒരു ഫൈറ്റുണ്ട്. അപ്പം പുള്ളിക്ക് എവിടെ നിന്നില്ലാത്ത ആരോഗ്യമാണ്. എനിക്ക് സംശയമുണ്ട് പുള്ളി ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് കഴിച്ചിട്ടാണ് എന്തോ ഒടുക്കത്തെ അടി, ഒടുക്കത്തെ പറന്നടി, കൈ കൊണ്ടൊക്കെ എടുത്ത് കറക്കുന്നു, മലത്തി അടിക്കുന്നു, ഉമ്മാരി അടി. ഇത്രയും ക്ഷീണമുള്ള ഒരാൾ എങ്ങനെയാണ് അടിക്കുന്നത്? അടിക്കുകയാണ്, അടിച്ചങ്ങ് അലമ്പരിശാകുവാണ്. സൈജു കുറുപ്പിനെയൊക്കെ അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സൈജു കുറുപ്പാണ് കൊല നടത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ട്. അതൊരു സ്പോയിലറാണ്. അത് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. അത് കാണാത്തവർ ഇനിയും ഒരുപാടുണ്ടാവും, അവർ കാണട്ടെ. സൈജു കുറുപ്പ് ഇതിൽ മെയിനായിട്ടൊരു റോൾ ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ബാക്കും കുറച്ച് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈജു കുറുപ്പിനെ പിടിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഊമയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്വിസ്റ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കുന്ന സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ സംഭവം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് സിനിമ എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോകുന്നത്. പിന്നെ എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. കാരണം സെക്കൻഡ് ഹാഫിലാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ട്വിസ്റ്റും ടേണും അങ്ങനത്തെ ഫ്ലാഷ് ബാക്കും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സെക്കൻഡ് ഹാഫിലാണ് ചെയ്ത് വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഏകദേശം ക്ലൈമാക്സോട് അടുക്കുമ്പം നമ്മളെ മമ്മൂക്ക വരുവാണ്. അതൊരു ഒരു എൻട്രിയാണ്. തിയേറ്ററിൽ മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കയറി കഴിഞ്ഞ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ ഒരു സീനിന് വേണ്ടിയായിരിക്കും കാത്തിരുന്നത്. ഇപ്പോൾ വരുമോ, എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി ഇരുന്ന് കാണും. അത് വരും, നല്ല രീതിയിൽ ആ സീൻ എടുത്തിട്ടുമുണ്ട്. നല്ല എൻട്രിയാണ്. സംഭവം വില്ലനാണ് വരുന്നത്. നടനക്കാലം കയ്യടിയാണ് വില്ലൻ. അങ്ങനെ പിന്നെ വില്ലൻ വേറെ ആരുമില്ല, നമ്മുടെ മമ്മൂക്കയാണ് വില്ലൻ. അപ്പോൾ പിന്നെ കയ്യടി സ്വാഭാവികമാണ്. അങ്ങനെ മമ്മൂക്ക വരുന്നു, കാര്യങ്ങളൊക്കെ മാറിയുന്നു. പിന്നെയാണ് കഥയുടെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കണക്റ്റ് ആവുന്നതും കാര്യങ്ങളിങ്ങനെ അറിയുന്നതും. മമ്മൂട്ടി എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം, എന്തുകൊണ്ടാണ്, ആരൊക്കെയാണ്, ഇനി ആരൊക്കെ കൊല്ലും, അങ്ങനെയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് എൻഡിങ്ങും നല്ല രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ജഗദീഷ്, നമ്മുടെ സ്ഥിരം കോമഡി കഥാപാത്രങ്ങൾ പണ്ടുകാലം തൊട്ടേ ചെയ്ത് വന്ന് ഈ ഇടയ്ക്ക് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയ നമ്മുടെ ജഗദീഷ് ചേട്ടൻ നല്ല ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് നല്ല രീതിയിൽ സീരിയസ് കഥാപാത്രം ചെയ്യാൻ പറ്റും, വേറെ രീതിക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ ലാസ്റ്റ് നല്ല ഒരു രീതിയിലാണ് അവസാനിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ കാര്യമുണ്ട്. നമ്മുടെ അർജുന അശോകൻ ചുമ്മാതല്ല, മമ്മൂട്ടി തന്നെ ലാസ്റ്റ് നമ്മുടെ ഓസ്ലറിന് ഒരു ക്ലൂ കൊടുക്കുവാണ്. ജയിലിൽ വെച്ച് ലാസ്റ്റ് ഇങ്ങനെ സ്ഥിരം ഹോട്ടൽ ഭക്ഷണം കൊണ്ട് മറ്റേ അർജുന അശോകനെ കാണാൻ പോകുമ്പം നമ്മുടെ മമ്മൂക്ക ഒരു ക്ലൂ കൊടുക്കുവാണ്. അത് വെച്ചിട്ട് നമ്മുടെ ജയറാം ഫുഡ് കൊടുത്തിട്ട് അർജുന അശോകനോട് പറയുകയാണ്, നീ ഇങ്ങനെയല്ലടാ ചെയ്തത്, സത്യം പറയടാ എന്ന് പറയുമ്പം ഇത്രയും നേരം കണ്ട അർജുന അശോകനല്ല, പുള്ളി പെട്ടെന്നൊരു ക്യാരക്ടർ ചേഞ്ച് വന്നിട്ട് ഇത്രയും നിഷ്കളങ്കനായ, ഇത്രയും ഒരു മാനസാന്തരപ്പെട്ട ഒരു ക്യാരക്ടർ പിടിച്ചിരുന്ന അർജുന അശോകൻ പെട്ടെന്ന് അങ്ങ് ഇവിളാവുകയാണ്. എന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഇത് നീ പറയാൻ വേണ്ടിയാണ്ട ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്, ഇതിനു വേണ്ടിയാണ്ട ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്, നീ ഭയങ്കര കണ്ടുപിടുത്തക്കാരനല്ലേ, നീ ഭയങ്കര എബ്രഹാം ഓസ്ലർ ഭയങ്കര സംഭവമല്ലേ, നീ ആണാണെങ്കിൽ നീ കണ്ടുപിടിയടാ പറയുവാണ്. ആ ഒരു ഹുക്കിങ് അവിടെ കൊണ്ട് സിനിമ നിർത്തുവാണ്. അപ്പം എൻഡിങ് നല്ല നൈസ്, നല്ല അടിപൊളിയായിട്ട് സിനിമ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു സീനാണ്. അപ്പം അങ്ങനെ അർജുന അശോകൻ്റെ ഒരു കാര്യമില്ലാത്ത എന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കഥാപാത്രം ലാസ്റ്റ് നമ്മളെ നല്ല രീതിയിൽ ഹുക്ക് ചെയ്യിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് സിനിമ പോകുന്നത്. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെ അഭിനയത്തിനെ പറ്റി പറയുവാണെങ്കിൽ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജയറാമേട്ടൻ വീണ്ടും വന്നേക്കുവാണ്. അങ്ങനെ വന്ന് തിരിച്ചു വരവെന്നൊന്നും പറയാനുള്ള ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണം. അപ്പം നമ്മുടെ ജയറാമേട്ടന് വലിയ മാസം കാണിക്കാൻ, മാസം എന്ന് പറയാനൊന്നുമില്ല, മാസമൊന്നും കാണിക്കുന്നൊന്നുമില്ല.
കാണിക്കാൻ പറ്റണമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം എബ്രഹാം ഓസ്ലർ